Good afternoon, all. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Prayer പറഞ്ഞോട്ടാ. Okay. കൈക്കൊള്ളാം കിണിമകണം നീകാന്തമാകണം എന്നുള്ളിൽ ഭക്തിയുണ്ടാകുമാറാകണം നിന്നെ ഞാൻ എന്നുമേ കാണുമാറാകണം നേർവഴിക്കെന്നെ നീ കൊണ്ടുപോയിടണം നേർവരും സങ്കടം ഭസ്മമാക്കിയിടണം ദുഷ്ടസംസർഗം വരാതെയാക്കിയിടണം ശിഷ്ടരായുള്ളവർ തോഴരായിടണം നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാകണം നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാകണം സത്യം പറഞ്ഞിടാൻ ശക്തിയുണ്ടാകണം ദൈവമേ കൈത്തൊഴാം കേൾക്കുമാറാകണം പാപമാണെന്നെ നീ കാക്കുമാറാകണം. താങ്ക് യു മാം. Signing and thought of the day പറഞ്ഞോട്ടാ. Welcome, Varna ma'am and all my dear friends. Today, we will go to ma'am told to conduct us Onam celebration. So, Onam celebration ആണ് വിചാരിച്ചിരിക്കുന്നത്. So, I hope everyone is ready to conduct the program. Thank you so much. Okay. അപ്പൊ നമ്മളിപ്പോ ഓണത്തിനോട് അടുത്തിക്കല്ലേ. മാം അപ്പൊ ഇന്ന് ഓണം സെലിബ്രേഷൻ ആണ് അല്ലേ? അപ്പൊ എൻഡോ സ്ഥലത്തിനെ പറ്റി ഇല്ല. ഹലോ മാം അത് പറഞ്ഞിരുന്നു 20th ഓണം സെലിബ്രേഷൻ ആണെന്ന്. ഓക്കെ അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ്സിലാണോ? അല്ല നെക്സ്റ്റ് ട്യൂസ്ഡേ നമുക്ക് ക്ലാസ് ഇല്ലല്ലോ. ഓ ക്ലാസ് ഇല്ല, ട്യൂസ്ഡേ ക്ലാസ് ഇല്ല. എപ്പോഴാ മാം ഹോളിഡേ? നിങ്ങക്ക് ഈ സാറ്റർഡേ മുതൽ ഹോളിഡേ, നാളെയും കൂടി ഉണ്ടാവുള്ളൂ. ഞാൻ ഇത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 28 നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഫോർവേഡ് ചെയ്തു, ഞാൻ മറന്നുപോയി. ഞാൻ എന്നിട്ട് ഇങ്ങനെ പറയായിരുന്നു, ഞാനിപ്പം ക്ലാസ്സിൽ കയറുന്ന സമയത്ത് ഞാൻ ആലോചിക്കണം കുട്ടികളോട് പറഞ്ഞാലോ രണ്ടെന്ന് ഓണപ്പാട്ടൊക്കെ ഒന്ന് പാടാൻ പറയായിരുന്നു. എനിക്ക് ഇങ്ങനെ ആലോചിച്ചുള്ളൂ, പറഞ്ഞ കാര്യം ശരിക്കും മറന്നുപോയി. നാളെ ഇല്ലേ നിങ്ങള്? അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ നാളെ നിങ്ങളോട് പ്രിപ്പയർ ചെയ്ത് വരാൻ പറയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് പറയാന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞ കാര്യം ഞാൻ മറന്നുപോയി, സോറി ട്ടാ. പക്ഷെ സന്തോഷമുണ്ട്, കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നത്. ഓക്കെ, സോ എന്താ പ്ലാൻ? ഗുഡ് ആഫ്റ്റർനൂൺ മായ. മിസ് ഞാനൊരു നാടൻ പാട്ട് പാടട്ടെ? ഓക്കെ. ക്യാമറ ഓൺ ആക്കാൻ പറ്റുമോ? ക്യാമറ ഓൺ ചെയ്യാം. ക്യാമറ ഓൺ ആണ്. പാടട്ടെ മേ? വലിയ പാട്ടുകാരി ഒന്നല്ല, എന്നാൽ ജസ്റ്റ് പാടാടാ. നിന്നെ കാണാൻ എന്നെ കാണും ചന്തം തോന്നും കുഞ്ഞി പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്ന് വരെ വന്നില്ലാരും. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞി പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നു വരെ വന്നില്ലാരും. കാതിലാണേ തോടയില്ല, കഴുത്തിലാണേ മാലയില്ല, കയ്യിലാണേ വളയുമില്ല, കാലിലാണേ കൊലുസുമില്ല. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞു പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നു വരെ വന്നില്ലാരും. കഴിഞ്ഞ താങ്ക് യു മാം.
നെക്സ്റ്റ് ആരാണ്? എല്ലാരും ക്യാമറ ഓൺ ആക്കോ പ്ലീസ്. മേ ബി ചിലപ്പോ അൺകംഫർട്ട് ആയിരിക്കില്ല. ഞാൻ മറന്നുപോയി. ഞാൻ ഇന്നലെ സാരി ആയിരുന്നു, ബട്ട് ഇന്ന് ഞാൻ സാരി. ഓക്കെ, നല്ല രസമുണ്ട് എല്ലാരും. ഇനി എന്താ പ്രോഗ്രാം? ഓരോരുത്തരായിട്ട് പറയാണോ? ശിശ്രീ നിർമ്മൽ അല്ലേ? അതല്ലേ മറ്റേ പേര് പറയുന്നത്? അതെ മാം, അതെ. എന്താ പ്രോഗ്രാം? മാം ഞാൻ ഒരു 10 മിനിറ്റ് ഞാൻ റെഡി ആവാട്ടോ. ഞാൻ ഇപ്പൊ റെഡി അല്ല, സമയം. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? പാട്ടായിട്ടായാലും കഥകളായിട്ടായാലും നമുക്ക് പറയാലോ. മ്യൂട്ടാണ് ഷഹന. സോറി ഞാനൊരു കവിതയാണ്, പക്ഷെ എന്റെ ട്യൂണിൽ അതൊരു പാട്ടായി മാറും. കുഴപ്പമില്ല, പറഞ്ഞോ. പൊന്നും കതിർക്കുലയേന്തി മെല്ലെ വന്നു പോയി ചിങ്ങമാസം, ചെമ്പൊളി പട്ടു ചരടിൻ തുമ്പികൾ പാറിപ്പറമ്പു തോറും, ആനന്ദമത്തിൽ മതി മറന്നിട്ടാർപ്പൂ വിളിച്ചു പനങ്കിളികൾ, ചെറുകാറ്റിൻ നൃത്തമാടി മുല്ലയും പിച്ചകവള്ളികളും, പുത്തനാം തങ്കക്കൂടക്കടുക്കൻ മുക്കുറ്റിക്കുഞ്ഞിന്റെ കാതിൽ കണ്ടു, കുന്നത്തു വാഴുമിളമുളകൾ പൊന്നോണ വില്ലിനു ഞാണുകെട്ടി, കല്ലിലും മുള്ളിലും കാലുവെച്ചു തുള്ളിക്കളിപ്പൂ തകരക്കുട്ടൻ, എങ്ങുമൊരാഹ്ലാദ കോളിളക്ക മെങ്ങുമൊരാനന്ദ തൂവെളിച്ചം. താങ്ക് യു മാം. നന്നായിരുന്നു കേട്ടാ. ഇനി അടുത്തതാരാണ്? കഥകൾ പറയാം, ഓണത്തെ കുറിച്ചിട്ട്, കവിതകള്, പാട്ടുകൾ, ഓണപ്പാട്ടുകൾ. നന്നായിട്ട് പാടുന്ന കുട്ടികൾക്ക് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അഞ്ചിലൊന്നും പ്രിപ്പയർ ചെയ്തില്ലേ? ഇപ്പൊ ഒരു 5 മിനിറ്റ്. ഓക്കെ. ചിഞ്ചു, ചിപ്പി, അശ്വതി, അപർണ, നിങ്ങൾ എന്നെ പോലെയാണോ? ഞാൻ ഈ പറഞ്ഞ കാര്യം മറന്നുപോയതല്ലേ? ഞാനും നല്ല അടിപൊളിയായിട്ട് സാരി കൊടുത്ത് വന്നാണ്. നല്ല ഭംഗിയുണ്ട് എല്ലാരും കാണുമ്പോ. പ്രിൻസി, ഒരു കവിത ചൊല്ലാം. ഓക്കെ. കാട്ടുപൂവ്. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരി ഒന്നു മാത്രം, മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും, ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരി ഒന്നു മാത്രം, മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും, കൃഷ്ണ തുളസി കതിർത്തുമ്പു മോഹിക്കും നിന്റെ ഈ വാർമുടിച്ചുരുളിലെത്താൻ, കൃഷ്ണ തുളസി കതിർത്തുമ്പു മോഹിക്കും നിന്റെ ഈ വാർമുടിച്ചുരുളിലെത്താൻ, പൂജക്കെടുക്കാത്ത പൂവായി ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ, പൂജക്കെടുക്കാത്ത പൂവായ ഞാനും മോഹി
മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ. മണമില്ല, മധുവില്ല, പൂജക്കെടുക്കില്ല, താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. മണമില്ല, മധുവില്ല, പൂജക്കെടുക്കില്ല, താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. വിടരും മുമ്പേ പൊഴിയുന്ന ഇതളുള്ള പൂജക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ. ഇഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുന്നിലെത്തിടുന്നു. നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ. നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ. ഇനിയുള്ള കാലം കാത്തിരിക്കാൻ. താങ്ക് യു മിസ്. ഹാപ്പി ഓണം. ഓക്കെ, ഹാപ്പി ഓണം. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ടീച്ചർ അടുത്താരാണ് പ്രോഗ്രാം? റിൻസി, മ്യൂട്ടാടാ. ഹാപ്പി ഓണം. എന്താ പ്രോഗ്രാം? ഞാനും ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. എല്ലാരെയും നോക്കും, അവർ ചെയ്യുന്നത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. സപ്പോർട്ടിങ് ചെയ്യാം, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യാം. സപ്പോർട്ടിങ് ആണ്. എന്നെ പോലെ. ടീച്ചർ ഒരു പാട്ട് പാടാവോ? എനിക്ക് പാടാൻ തോന്നുക. 4 വരി മതി. ഞാനും അത് ചോദിക്കാറുണ്ടായിരുന്നു. ഞാൻ പാടൂലടാ, സത്യം പാടില്ല. ഹായ്, എത്ര മാസമായടാ? അവന് 7. ഹായ്. പാട്ട് പാടൂല. നോക്കട്ടെ, ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങളൊക്കെ പാടി കഴിയുമ്പോ ചിലപ്പോ മൂളാൻ അറിയും. കൂടെ ഇങ്ങനെ പാട്ടൊക്കെ പാടും, അല്ലാണ്ട് ഭയങ്കര കഴിവൊന്നുമില്ല കേട്ടോ. നമ്മുടെ അശ്വതി മിസ് ഒക്കെ നന്നായിട്ട് പാടും. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? കഥകൾ പറയാം കേട്ടോ. ഓണത്തെ കുറിച്ചുള്ള കഥകളും ഐതിഹ്യങ്ങളും അങ്ങനെയൊക്കെ പറയാം. വീഡിയോ ഓൺ ചെയ്യുന്നുണ്ടോ മാം? ഞാൻ നല്ല ഡ്രസ്സിലല്ല ഇരിക്കുന്നത്. പറഞ്ഞോ. എനിക്ക് പാടാനൊന്നും അറിയില്ല കേട്ടോ. ഓണക്കോടിയെടുത്തു മാനം മേഘ കസവാലേ, വെൺമേഘ കസവാലേ. ഓണക്കോടിയെടുത്തു മാനം മേഘ കസവാലേ, വെൺമേഘ കസവാലേ. മഴവില്ലിൻ മലർമുടിയിൽ ചൂടി മധുഹാസം തൂകി, അവൾ മധുഹാസം തൂകി. കർക്കിടകത്തിൻ കറുത്ത ചേലകൾ വലിച്ചെറിഞ്ഞല്ലോ, മാനം വലിച്ചെറിഞ്ഞല്ലോ. കടലിൻ മോഹം തണുത്ത കരിമുകിൽ പിളർത്തുമാഞ്ഞല്ലോ, കാറ്റിൻ വിളർത്തുമാഞ്ഞല്ലോ. ഓണക്കോടിയെടുത്തു മാനം മേഘ കസവാലേ, വെൺമേഘ കസവാലേ. കന്നിക്കൊയ്ത്തിനു കാത്തിരിക്കും പാടമുണർന്നല്ലോ, നെല്ലിൻ പാടമുണർന്നല്ലോ. മണ്ണിൻ മനസ്സിൽ വിടർന്ന കതിരുകൾ ചിരി
ഒന്നിച്ചു നിന്നല്ലോ, കനകം കൊരുത്തു തന്നല്ലോ. ഓണക്കോടിയെടുത്തു മാനം മേഘ കസവാലേ, വെൺമേഘ കസവാലേ. താങ്ക് യു മാം. താങ്ക് യു മാം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. മാം എന്തെങ്കിലും ഓണം മെമ്മറീസ് എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യോ? എന്റെയോ? അതെ അതെ. എനിക്ക് ചെറുപ്പത്തിലെ കാര്യങ്ങൾ പറയാം. എനിക്ക് ഓണം എന്ന് പറയുമ്പോ കൂടുതലും ഞാൻ ഓണമൊക്കെ ആഘോഷിച്ചിരുന്ന നമ്മുടെ വീട്ടിൽ പോയിട്ടാ. അത് ഭയങ്കര ഒരു ഇമോഷണൽ. കാരണം ഇന്നത്തെ കുട്ടികള് അങ്ങനെ എന്താ പറയാ, നമ്മുടെ വീട്ടിലേക്ക് പോകുന്നുണ്ടോ ഓണത്തിന് മുമ്പൊക്കെ. ചെറിയ വെക്കേഷൻ ആകുമ്പോൾ തന്നെ അച്ഛൻ കൊണ്ടുവന്ന് അവിടെ ആക്കും. സോ അവിടെയാണ് എന്റെ ഓണം. കാരണം വെച്ചാൽ ഭയങ്കര കസിൻസ് എല്ലാവരും ഉണ്ട്. കാരണം ഞങ്ങള് അമ്മേന്റെ ഫാമിലിയില് 9 പേരാണ്, 9 മക്കളാണ് ഉള്ളത്. അപ്പൊ ഈ 9 മക്കളുടെയും മക്കളുണ്ട്. 9 പേരാണ്. 2 ആൺകുട്ടികളും 2 അമ്മാവന്മാരും, ബാക്കി അമ്മയ്ക്ക് മൂത്തത് ഒരു 5 വല്യമ്മമാര്, പിന്നെ അമ്മയ്ക്ക് താഴെ ഒരു അനിയത്തി. ഇത്രയും പേര് എല്ലാവരും കൂടി കൂടുമ്പോ ഭയങ്കര ഒരു എന്താ പറയാ നല്ല രസമാണ്. കസിൻസും എല്ലാവരായിട്ട് നല്ല രീതിയിൽ അടിച്ചു പൊളിക്കാൻ പറ്റും. ഓണം വിഷുവാണ് മെയിൻ ആയിട്ട് ഞങ്ങൾ ആഘോഷിക്കുന്നത്. അപ്പൊ നല്ല രസമാണ്. കാരണം അവിടെ ഭയങ്കര പാടവും അതൊക്കെ ഉണ്ട്. ഞങ്ങള് രാവിലെ തന്നെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ അപ്പൊ ഞങ്ങൾ അവിടെ ഇരിക്കും. ഓണത്തിന് മുമ്പായിട്ട് തന്നെ അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ. അപ്പൊ പൂക്കളൊക്കെ ഒരുക്കുന്നതും പിന്നെ എന്താ പറയാ നല്ലൊരു ഫീലാണ്. ചേച്ചിമാർക്കൊപ്പം പിന്നെ അനിയന്മാരുടെ ഒപ്പം ഒക്കെ ആയിട്ട് നല്ല രസമാണ്. അതൊക്കെ നല്ലൊരു ഓർമ്മയാണ്. പൂ പറിക്കാൻ പോകുന്നതും രാവിലെ പോകും. തൊടിയിലേക്ക് രാവിലെ തന്നെ ഇറങ്ങും. പൂവൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് രാവിലെ പോകും. പറിച്ചൊക്കെ വരുമ്പോ സമയം എടുക്കും. ഞങ്ങള് കുറെ കലക്കൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയൊക്കെയാണ് വരുന്നത്. നല്ല ഓർമ്മകളായിരുന്നു അതൊക്കെ. ഇങ്ങനെ ഒരു നല്ലൊരു മെമ്മറി ആയിരുന്നു. ഇന്നത്തെ കുട്ടികളോട് നമുക്കത് പറഞ്ഞു എടുക്കാൻ പറ്റും. ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്നു. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്കൊന്നും പൂ പറിക്കാൻ പോകുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഒന്നും ഓർമ്മയില്ല അല്ലെ? നമുക്ക് ഞങ്ങൾ നോക്കും ആരുടെ കൂടുതലാണ് ഏറ്റവും കൂടുതൽ പൂവുള്ളത്. ഞാനും കുറച്ച് കുട്ടികളും കൂടി ഒരുമിച്ചൊരു ടീമാണ്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ട് മാക്സിമം പൂ കളക്ട്. അപ്പൊ അത് വരുമ്പോ നോക്കും ആരാണ് കൂടുതൽ പൂവൊക്കെ കളക്ട് ചെയ്ത് വന്നത് എന്നൊക്കെ നോക്കും. നല്ലൊരു ഓർമ്മയാണ്. പൂക്കളം ഇടുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം. പിന്നെ സദ്യ കഴിക്കുന്നത് അടിപൊളിയാണ്. ഞാൻ നമ്മുടെ വീട് എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരാ. അപ്പൊ അവിടെ എല്ലാവരും വരും. ഇപ്പൊ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാ പെൺകുട്ടികളും അവരുടെ മക്കളും എല്ലാവരും വരും. അപ്പൊ ഓരോരുത്തരും ഓരോ കറികളും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരെയും ടേസ്റ്റ് നമുക്ക് ആ ഒരു ഇലയില് കഴിക്കുമ്പോൾ കിട്ടും. ടേസ്റ്റ് എന്ന് വെച്ചാൽ അത്രയും ടേസ്റ്റ് ആണ്. ഇപ്പോഴും എനിക്ക് അവിടുത്തെ ഫുഡ് കഴിക്കുന്ന ടേസ്റ്റ് ഞാൻ ഇപ്പോഴും എനിക്ക് വെജിറ്റേറിയൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുമ്പോൾ അവിടുത്തെ ടേസ്റ്റ് കിട്ടാനായിട്ട് ശ്രമിക്കാറുണ്ട്. ആ ടേസ്റ്റ് ആണോ ഇപ്പോഴും എന്താ പറയാ നാവിന്റെ മുമ്പിലുണ്ട് ആ ടേസ്റ്റ്. പുളിഞ്ചി ഒക്കെ ഉണ്ടാക്കും വല്യമ്മ, മഞ്ചലുമ്മ പുളിഞ്ചി ഉണ്ടാക്കും. എന്ത് ടേസ്റ്റ് ആണെന്നറിയാവോ? നല്ല ഈന്തപ്പഴമൊക്കെ ഇട്ടിട്ടാണ് അവിടുത്തെ പുളിഞ്ചി ഒക്കെ ഉണ്ടാക്കുന്നത്. നല്ല മധുരവും പ്രത്യേക ടേസ്റ്റ് ആണ്. ഭയങ്കര രസം. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷെ പിന്നീട് എനിക്ക് അച്ചാച്ചനൊക്കെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങോട്ട് പോവാനൊക്കെ കുറഞ്ഞു. ഇപ്പോ ഭയങ്കര മിസ്സിംഗാണ്. ഇപ്പൊ കസിൻസിനെ ആയാലും, കസിൻസ് എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞില്ലേ 9 പേരാണ്. അവിടെ 55 പേരാണ് ഫുൾ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ആ ഫാമിലിയിൽ മാത്രം മൊത്തം മുതിർന്നവരും ചെറിയവരും കൂടി കൂടിയിട്ട് അന്ന് 55 പേരുണ്ട്. ഇനിയിപ്പോ നമ്മളും കൂടി ആഡ് ആവുമ്പോ കുഞ്ഞു കുട്ടികള് കുറെ പേര് വന്നിട്ടുണ്ട്. കസിൻസും അവരുടെ മക്കളും ഒക്കെ ആയിട്ടുണ്ട്. ഭയങ്കര രസമാണ്. അതൊരു ഓർമ്മയാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. എനിക്ക് ഓണവും ആഘോഷങ്ങളൊക്കെ അവിടെ ആഘോഷിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സന്തോഷാണ്. എല്ലാവരും കൂടി ഒരുമിച്ച് കാണുന്നതൊക്കെ ഭയങ്കര സന്തോഷം. പിന്നെ നിങ്ങളുടെ ഓർമ്മകളൊക്കെ ഒന്ന് പറയോ? കൊടുങ്ങല്ലൂരാണ്. തൃശ്ശൂർ ജില്ല. തൃശ്ശൂര് എറണാകുളം ബോർഡർ ഒക്കെ ആയിട്ട് വരും.
എനിക്ക് അവിടുത്തെ സ്ലാങ്ങും ഭയങ്കര ഇഷ്ടമാണ്, സംസാരിക്കുന്ന രീതി, അവരുടെ ഭാഷയും ഭയങ്കര രസമാണ്. നല്ലൊരു ഒഴുക്ക് മരത്തിലാ സംസാരിക്കുന്നത്. രണ്ടു ദിവസം അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ഞാനും ആ സ്ലാങ് ആവും. എന്റെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കൂടുതൽ സമയം ഇവിടെ അച്ഛന്റെ ഫാമിലിക്കാളും കൂടുതൽ ഞാൻ ആഘോഷങ്ങളായാലും എന്തായാലും ഞങ്ങൾ അവിടെ കൂടുതൽ ആഘോഷിക്കുന്നത്. ഞങ്ങൾക്ക് കല്യാണങ്ങൾ എന്ന് പറയുന്നത് എന്താ പറയാ, ഒരു റീയൂണിയൻ പോലെയായിരുന്നു. ഓരോ കല്യാണം, ചേച്ചിമാരുടെയൊക്കെ കല്യാണങ്ങൾ നടക്കുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് കാണുന്നത് ഭയങ്കര എൻജോയ്മെന്റ്. 2-3 ദിവസം ഉണ്ടാവുള്ളൂ, എന്നാലും ഭയങ്കര ഒരു സന്തോഷമാണ്. അതും ഒരു വലിയൊരു കൂട്ടുകുടുംബത്തിന്റെ ഭാഗമാണല്ലോ, അത് ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോഴും അതെ, ഞങ്ങൾ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. നെക്സ്റ്റ് കല്യാണം എപ്പോഴാണ്, അല്ലെങ്കിൽ അടുത്ത എപ്പോഴാണ് എല്ലാവരെയും കാണാൻ സാധിക്കുന്നത്. ഓക്കെ, നിങ്ങൾ പറ ഒരു എക്സ്പീരിയൻസ് ഓണത്തിനെ കുറിച്ചിട്ടുള്ള. ആർക്കില്ല? ഈ തവണ ഓണത്തിനോ? ഓണത്തിലേക്ക് കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ഉണ്ട്. എന്നുവെച്ചാല് കുറെ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. സാധാരണ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോ വെക്കേഷൻ വരുമ്പോ നമുക്ക് ക്ലാസ് ഇല്ലല്ലോ, കുറച്ച് ക്രാഫ്റ്റ് ഒക്കെ വർക്കൊക്കെ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കുറെ നാളായിട്ട് ഇത് വാങ്ങിച്ചൊക്കെ വെച്ചിട്ടുണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുന്നില്ല, അതേപോലെ തന്നെ എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഒന്ന് ചെയ്തെടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ കൂടുതൽ സമയം കുട്ടികളോട് സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം അവര് പഠിക്കുകയാണ്, എന്നാലും വെക്കേഷൻ അല്ലേ നമുക്ക് കുറച്ച് കൂടുതൽ സമയം നമ്മുടെ കുട്ടികളോട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അവര് വളർന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ അവരുടെ ഒപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. പിന്നെ പാരന്റ്സ് എന്താ പറയാ ഏജ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പൊ അവരുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യണം. കുറച്ചൊന്ന് ഒരു ബ്രേക്ക്. ഭയങ്കര ബിസി ലൈഫാണ് ടീച്ചിങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും എന്താ പറയാ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊരു ബ്രേക്ക് എടുത്തിട്ട് എല്ലാവരെയും പോയി കാണുന്നതൊക്കെ ഉണ്ട്. ചെയ്ത് കഴിയുമ്പോഴോ ഓക്കെ ഞാൻ കൊണ്ടുവരാം. എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട്, ടീച്ചർമാരും ചോദിക്കാറുണ്ട്. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കളക്ട് ചെയ്യും. എവിടെയെങ്കിലൊക്കെ പോകുമ്പോ ഇത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് കളക്ട് ചെയ്യും. അപ്പൊ ടീച്ചർമാര് പറയും കൊണ്ടുവരാം കേട്ടോ, ഞാൻ കൊണ്ടുവരും, കഴിഞ്ഞിട്ട് വരട്ടെ, അപ്പൊ ഞാൻ ഓരോന്ന് കൊണ്ടുവരാം. ഓക്കെ, ഇത് എന്താണ് ബാക്കി പരിപാടികള്? ഒരു സിനിമ പാട്ടോടെ പാടിക്കോട്ടെ ടീച്ചർ. ആ കോഴ്സ് സ്വയംവര ചന്ദ്രികേ സ്വർണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ പ്രണയമധുരം അവൾക്കായി പകർന്നു തരുമോ ഏകാന്ത സന്ധ്യ വിടർന്നു സ്നേഹയമുനാ നദിക്കരയിൽ ഇന്നും അവൾ മാത്രം വന്നില്ല വരുമെന്നു വെറുതെ തോന്നി ഈ വഴിയിലേറി നിന്നു ഞാൻ ഇന്നും അവൻ കാണാൻ വന്നില്ല അവൾ കാറ്റായി മുളയായി ഞാൻ സ്വരനിശ്വാസമായൻ ഗാനം ഒരു നക്ഷത്രമനമെന്നും അകലെ വിതുമ്പുന്നില്ല സ്വയംവര ചന്ദ്രികേ സ്വർണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ പ്രണയമധുരം അവൾക്കായി പകർന്നു വരുമോ ശരി, നാളെ കാണാനില്ല. നമുക്ക് മേ ബി നാളെയും കൂടി ഉണ്ടാവുള്ളൂ ക്ലാസ്. അത് കഴിഞ്ഞാല് മേ ബി 31-നായിരിക്കും ചിലപ്പോൾ ക്ലാസ് ഇട്ടാ. ഉറപ്പ് കൺഫർമേഷനും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇൻഫോർമേഷൻ വരും. ഞങ്ങൾക്കും വന്നിട്ടില്ല ഇൻഫോർമേഷൻ. എന്തായാലും അങ്ങനെയായിരുന്നു.
ഇത്രയും നാള്. അപ്പം നെക്സ്റ്റ് ക്ലാസ് മിക്കവാറും മൺഡേ ഓഗസ്റ്റ് 31 മുതലായിരിക്കും ഇവിടെ തുടങ്ങുന്നത്. ഒരു 1 വീക്ക് എന്തായാലും ഒരു ബ്രേക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ കംപ്ലീറ്റ് ആക്കാം. ഓക്കെ. സോ ഇനി എന്താണ് കഥകൾ പറഞ്ഞില്ലേ ഓണത്തിനെ കുറിച്ചിട്ട്? ആർക്കറിഞ്ഞൂടെ ഓണത്തിന്റെ കഥകളൊന്നും? ഞാനൊരു പാട്ട് പാടട്ടെ? ആ പാടിക്കോടാ. ഓണം വന്നോണം വന്നോണം വന്നേ, ഓണപ്പാട്ടീനത്തിൽ ഓണം വന്നേ. ഓണം വന്നോണം വന്നോണം വന്നേ, ഓണപ്പാട്ടീനത്തിൽ ഓണം വന്നേ. ഓണക്കളികൾ കളിച്ചിടണം, ഓണക്കോടിയുടുത്താടിടണം. ഓണക്കളികൾ കളിച്ചിടണം, ഓണക്കോടിയുടുത്താടിടണം. ചന്തത്തിൽ പൂക്കളം തീർത്തിടണം, മാവേലിയെ വരവേറ്റിടണം. ചന്തത്തിൽ പൂക്കളം തീർത്തിടണം, മാവേലിയെ വരവേറ്റിടണം. ഓണം വന്നോണം വന്നോണം വന്നേ, ഓണപ്പാട്ടീനത്തിൽ ഓണം വന്നേ. കഴിഞ്ഞു. നന്നായിരുന്നു കേട്ടാ. ഓണത്തെ കുറിച്ച് ഒരു കഥ പറയാൻ ടീച്ചറെ. കൊച്ചതാ. ഓക്കെ. ഒരിക്കൽ കേരളം ഭരിച്ചിരുന്ന മഹാനായ രാജാവായിരുന്നു നമ്മുടെ മഹാബലി. അദ്ദേഹം വളരെ നല്ലവനും ദയാലുവും ജനങ്ങളെ സ്നേഹിക്കുന്നവനും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആയിരുന്നു ജീവിച്ചിരുന്നത്. ദാരിദ്ര്യവും അനീതിയും ഒന്നും ഇല്ലാത്ത കാലത്തായിരുന്നു അത്. മഹാബലിയുടെ പ്രശസ്തി വളർന്നപ്പോൾ ദേവന്മാർക്ക് ആശങ്കയായി. അപ്പോൾ മഹാവിഷ്ണു വാമനൻ എന്ന ചെറിയ ബ്രാഹ്മണ രൂപത്തില്, ബാലന്റെ രൂപത്തില് മഹാബലിയുടെ അടുത്തെത്തുകയും വാമനൻ മഹാബലിയുടെ 3 അടി സ്ഥലം ദാനമായി ചോദിക്കുകയും ചെയ്തു. മഹാബലി അത് സമ്മതിച്ചു. ഉടൻ വാമനൻ വിശ്വരൂപം പ്രാപിക്കുകയും ചെയ്തു. മഹാബലി പിന്നീട് ഒരു കാലുകൊണ്ട് ഭൂമിയും മറ്റേ കാലുകൊണ്ട് ആകാശവും അദ്ദേഹം അളന്നു. 3-ാമത്തെ കാല് വെക്കാൻ സ്ഥലമില്ലാതായപ്പോൾ മഹാബലി തന്റെ തല കാട്ടിക്കൊടുത്തു. മഹാബലിയുടെ ആ സത്യസന്ധതയും ദാനശീലവും കണ്ട് വിഷ്ണു സന്തുഷ്ടനായി. വർഷത്തിൽ ഒരിക്കൽ തന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ കാണാനായിട്ട് മഹാബലി കേരളത്തിലേക്ക് വരാൻ അനുവാദം നൽകി. മഹാബലി തന്റെ ജനങ്ങളെ കാണാൻ വരുന്ന ദിവസമാണ് നമ്മൾ എല്ലാവരും ഓണമായിട്ട് ആഘോഷിക്കുന്നത്. അതുകൊണ്ടാണ് ഓണം സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും പൂക്കളം, ഓണസദ്യ, ഓണക്കളികൾ എന്നിവയുടെയും ഒക്കെ ആഘോഷിക്കുന്നത്. ഓക്കേടാ. അതെ. ഇനി വേറെ കഥകൾ പറയുന്നത്? ഞാൻ ഓക്കെ, കുഴപ്പമില്ല. നിങ്ങൾ എന്താ പറയാ, നമ്മള് അധികം നാളായിട്ടില്ലല്ലോ നമ്മളുടെ ബാച്ച് സ്റ്റാർട്ട് ഒക്കെ ചെയ്തിട്ട്. ക്രിസ്മസ് ഒക്കെ വരുമ്പോഴേക്കും നിങ്ങൾ ഏകദേശം സെറ്റ് ആവും. അപ്പോൾ ഡാൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. ചെയ്യൂലേ? നിങ്ങൾ വിചാരിക്കില്ലേ ഡാൻസ് ഒക്കെ ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റുമെന്ന്? അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. ഈ കോൺവെക്കേഷൻ ഒക്കെ വരുന്ന കുട്ടികൾ നേരിട്ട് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ആദ്യമായിട്ടായിരിക്കും കോൺവെക്കേഷൻ വരുന്നത്. അവർ ഈ ഓൺലൈൻ വഴി ഡാൻസ് പഠിക്കുന്നു, പാട്ട് പഠിക്കുന്നു, ഡ്രാമ ചെയ്യുന്നു. നല്ല രസമാണ്. ഓക്കെ, ഇതൊക്കെ അതിനുള്ള പ്രാക്ടീസ് ആണ് കേട്ടോ. ഡാൻസ് കളിക്കുന്നെന്ന് പറഞ്ഞായിരുന്നു ടീച്ചർ. ഇപ്പൊ ആരും കാണുന്നില്ല. ആണോ? ഇനി ആരും നമ്മളുടെ കൂട്ടത്തിൽ പാട്ട് പാടുന്നേ? മാം ജസ്റ്റ് ഒന്ന് മൂളി നോക്കാം. ഓക്കെ. പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറും പൂവെയിലിൽ, നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി. കഴിഞ്ഞു മാം. നന്നായിരുന്നു കേട്ടാ. താങ്ക് യു മാം. ഇനി ആരാ പാട്ട് പാടുന്നേ? നമ്മളിലൊക്കെ കഴിവുണ്ടാവും.
അപ്പൊ അതൊക്കെ ഒന്ന് ഓരോന്നായിട്ട് പുറത്തെടുക്കാം. ഒരാൾ ഇവിടുന്ന് പോയിട്ട് പിന്നെ കണ്ടില്ലാലോ. ശിശിയുടെ ചേച്ചിയല്ലേ? ആ വരാന്ന് പറഞ്ഞു പോയതാ. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? വൈഷ്ണവിയൊക്കെ പാടൂലേ? ഞാൻ പാടി മാം. ആ പാടിയത്. ശ്രീജ്യോതി? മാം ഞാൻ പാടില്ല, പക്ഷെ എന്റെ മോള് പാടും, ആളെന്റെ കൂടെ ഉണ്ട്. ആണോ? എന്നാ പാടാൻ പറയൂ. ഓക്കെ, ആണോന്ന് ചോദിച്ചോക്കെ. മോള് പാടുവോ? പാടിക്ക്, പാട്. ഹായ്. ഹായ് പറ. ഹായ്. പറ മോള് പാട്, ഓണത്തിന്റെ പാട്ട് പാട്, ഉറക്കപ്പാട്. ഓണം ആൾക്ക് ഇതില് സൗണ്ട് ഉള്ളതാണ് എനിക്ക് തോന്നുന്നു, എല്ലാരും കണ്ടപ്പോ ഒരു ഓക്കെ ഓക്കെ, അതായിരിക്കും പ്ലേലിസ്റ്റ് ആയിരിക്കും. അപ്പൊ പറയാറില്ല കുറിച്ച്? എന്താ മാം? ഇല്ല, ഞാനിപ്പോ വന്നതേ ഉള്ളൂ. നമ്മുടെ ക്ലാസ്സിലെ ഓണപരിപാടിയുടെ നേരത്തെ വന്നതാണ്. ആണോ? അതെ. എവിടെയാണ് എന്ത് ചെയ്യാണ് വാവ? വാവയുടെ സ്കൂൾ ഇന്നലെ അടച്ചു. മോൾക്ക് ഓണ സെലിബ്രേഷൻ കഴിഞ്ഞു. ഞങ്ങള് അമ്പലത്തിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, അവിടെ ആയിരുന്നു. സമയം പോയത് അറിഞ്ഞ് ഞങ്ങള് പെട്ടെന്ന് വന്നതാ. ആയിരുന്നോട്ടാ. താങ്ക് യു. ഇനി ആരാണ്? വേറെ ആരും പരിപാടിയൊന്നും അവതരിപ്പിക്കുന്നില്ല? ഓക്കെ, ഹാപ്പി ഓണം നിഷ. നമുക്ക് ക്ലാസ് എടുത്താലോ? ഓക്കെ, നിങ്ങൾ മെറ്റീരിയൽസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ലാസ്റ്റ് ക്ലാസ്സിൽ? എന്തൊക്കെ മെറ്റീരിയൽസ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എന്തൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നത്? സാൻഡ് പേപ്പർ ആണോ? സാൻഡ് പേപ്പർ, ആൽഫബറ്റ്സും നമ്പേഴ്സും ചെയ്തിരുന്നോ നിങ്ങള്? സാൻഡ് പേപ്പേഴ്സ് ചെയ്തു മാം. ഇനി സ്മോൾ ലെറ്ററും നമ്പേഴ്സും ആണ് ചെയ്യാനുള്ളത്. ഹലോ മാം. ഹലോ. ചെയ്ത മാം, പ്രസന്റ് ചെയ്തായിരുന്നു. ഹായ്. ഹായ് ഹായ്. ചിച്ചി. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. ലേറ്റ് ആയി പോയി എത്തെ. കുഴപ്പമില്ലാതെ ഹാപ്പി ഓണം. ആ ആണോ? ബാധയാണെന്നാണ് പറയണത്. അവിടെ പോയിരിക്കാ. ആൻഡ്രി വോയിസ് ആണ്. എന്തോ? ഇല്ല, ദേഷ്യം പറഞ്ഞാണ്. ഓക്കെ മാം, അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. ഞങ്ങളുടെ ഫസ്റ്റ് ഓണമാണ്. ഫസ്റ്റ് ഓണം. ഓക്കെ ഓക്കെ. നമ്മൾ ലാസ്റ്റ് ചെയ്ത ആക്ടിവിറ്റി തന്നിരിക്കുന്നത് ഇപ്പൊ ചെയ്യാൻ എന്തെങ്കിലും കറന്റ് തന്നിട്ടുണ്ടോ? എന്തെങ്കിലും വർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല മാം. ഇല്ല. എന്താണ് സെമിനാറോ? എന്താണ് ടോപ്പിക്? കുറച്ച് ടോപ്പിക് വന്നിട്ടുണ്ടായിരുന്നില്ല മാം? എൻഡോസൾഫാൻ ഒക്കെ അല്ലേ? അതെ അതെ. പ്രിപ്പയർ ആണത്.
മാം ഞാനൊന്ന് പോവാണ് ടൗണിലാണ്. ഞാനേ നമുക്ക് സെമിനാർ ഇത് കഴിഞ്ഞ് ക്ലാസ് വെക്കേഷൻ കഴിഞ്ഞ് വന്നിട്ട് എടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് മോണ്ടിസോറി ആക്ടിവിറ്റീസുകൾ തരാം. നിങ്ങൾക്ക് വെക്കേഷൻ ടൈമിൽ ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. നല്ല ഒരു എന്താ പറയാ എല്ലാവരും എൻജോയ് ചെയ്തിരിക്കുന്ന കൂടല്ലേ. അത് ഞാൻ വെറുതെ ആയിട്ട് ഞാൻ കളയുന്നില്ല. ഷെയർ ചെയ്തിട്ടുണ്ട്. സന്തോഷമൊന്നും ക്ലാസ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഏയ് അതല്ല, ഞങ്ങളിന്ന് ഓണം സെലിബ്രേഷൻ ആയിട്ട് ഇരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ക്ലാസ് കണ്ടപ്പോ ജസ്റ്റ് ഫണ്ണായിട്ട് ചിരിച്ചതാ. ഓക്കേ, നിങ്ങൾ പ്രോഗ്രാം അവതരിപ്പിക്കാത്തതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഫുൾ ടൈം തന്നാനെ. ആരും വരുന്നില്ല പ്രോഗ്രാം. ഇനിയിപ്പോ റെഡി ആയി വരാണെങ്കിൽ നമുക്ക് ചെയ്യാട്ടെ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആൽഫബറ്റ് ചാർട്ടും നമ്പർ ചാർട്ടും ചെയ്തിട്ടില്ലല്ലോ. ഇല്ല മാം. ആൽഫബറ്റ് ചാർട്ട് കാണിച്ചു. നമ്മൾ ചെയ്യേണ്ട മെറ്റീരിയലാണ് ആൽഫബറ്റ് ചാർട്ട് കേട്ടോ. നമ്മള് കുഞ്ഞു കുട്ടികളെ ആൽഫബറ്റ്സ് ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് ആൽഫബറ്റ് ചാർട്ട് എന്ന് പറയുന്നത്. നമുക്ക് വലിയ ചാർട്ട് പേപ്പറിൽ ചെയ്യാനായിട്ട് പറ്റും ഈ ആൽഫബറ്റ് ചാർട്ട് കേട്ടോ. അതില് ആൽഫബറ്റ് ചാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ദെൻ എന്താണ് പിക്ചേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. നല്ല ഭംഗിയുണ്ടല്ലോ അല്ലെ, കുഞ്ഞു കുഞ്ഞു പിക്ചേഴ്സ് അല്ലേ. നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലേ? അല്ലേ, വരയ്ക്കാനൊക്കെ പറ്റുമല്ലോ കുഞ്ഞിത്. പേസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? വരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ? ഇല്ല, വരയ്ക്കാൻ പറ്റാത്തവര് പേസ്റ്റ് ചെയ്തോ കുഴപ്പമില്ല. വരയ്ക്കാൻ കഴിവുള്ളവര് വരയ്ക്കാം. ഞാനാണെങ്കിൽ പേസ്റ്റ് ചെയ്യാനേ നോക്കുള്ളൂ, കാരണം റിസ്ക് ആണ്. കാരണം ഞാൻ വരച്ചു കഴിഞ്ഞ് ഭയങ്കര എടുപ്പുള്ളായി. അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് നമ്മളെ കൊണ്ട് വരയ്ക്കാൻ പറ്റുന്ന ടൈപ്പ് ഇമേജസ് ഒക്കെ ഉണ്ട്. അപ്പോ ആൽഫബറ്റ് ചാർട്ടിൽ വേണ്ടത് ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും വേണം. ദെൻ എന്താണ് ഇമേജ് വേണം. ഇമേജിന്റെ പേരും കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ മാം, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ആൽഫബറ്റ് ചാർട്ടില് എന്താണ് ക്യാപിറ്റലും സ്മോളും വെവ്വേറെ ചാർട്ടിൽ വേണോ? വേണ്ട വേണ്ട വേണ്ട, ഒരുമിച്ച് മതി. ഇതേപോലെ എ ആൽഫബറ്റിന്റെ എ കൊടുത്ത് കുറച്ച് വലുതാക്കിയിട്ട് സ്മോൾ ലെറ്റർ എ കൊടുക്കാം. വലുതാക്കി കൊടുക്കണം കേട്ടോ. അക്ഷരങ്ങൾ കുറച്ച് വലുതാക്കി കൊടുക്കണം. കുട്ടികൾക്ക് കാണുമ്പോഴേ അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. മിസ് ഇതൊക്കെ ഒരു ഒറ്റ ചാർട്ടില് കൊള്ളിക്കണ്ടേ? കൊള്ളിക്കണം. വലിയൊരു ചാർട്ട് എടുത്ത് കഴിഞ്ഞാൽ അതിന് തികയും കേട്ടോ. കറക്റ്റ് ആയിട്ട് നല്ല മെഷർമെന്റ് എടുക്കാം. ദെൻ എത്ര കോളംസ് എത്ര റോസ് വേണം എന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് സ്ക്വയർ കട്ടൊന്നും ചെയ്യണ്ട കേട്ടോ. ചാർട്ടാണ് അത്. ഓക്കെ, നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുന്ന സമയത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ചാർട്ട്. ഓക്കെ, ഇത് ആൽഫബറ്റ് ചാർട്ട്. ദെൻ നെക്സ്റ്റ് നമ്പർ ചാർട്ട് എന്ന് പറയും. കാണാൻ പറ്റുന്നുണ്ടോ? 1 to 10 വരെയുള്ള നമ്പേഴ്സ് വെച്ചിട്ട് നമ്പർ ചാർട്ട്. 1 വേണം, അതിൽ ONE 1 എന്ന് എഴുതിയിരിക്കണം. ഒരു ഇമേജ്. ഇപ്പൊ ഇതില് വേണമെങ്കിൽ ഒരു ഫ്രൂട്ട്സ് ആണോ കൊടുക്കണമെങ്കിൽ ഒരു എന്തെങ്കിലും ഫ്രൂട്ട്സോ സ്റ്റാറോ ഐസ്ക്രീമോ എന്താ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത് അത് വെച്ച് വരയ്ക്കാം. എല്ലാ ഇമേജും ഇങ്ങനെ തന്നെ വേണമെന്നില്ല കേട്ടോ. നമുക്ക് വരയ്ക്കാം. നമ്പർ ചാർട്ടിൽ ഇമേജസ് വരയ്ക്കാൻ പറ്റും കേട്ടോ. മേബി ഐസ്ക്രീം, കുഞ്ഞ് ഐസ്ക്രീമുകൾ വരയ്ക്കാം. സ്റ്റാർസ് വരയ്ക്കാം. 10 വരെ മതിയല്ലേ മാം? 1 തൊട്ട് 10 വരെ? 1 മുതൽ 10 വരെ മതി.
മാം ഇപ്പൊ ഇതിന്റെ നമ്പർ വീലുണ്ടല്ലോ അശ്വതി മാമിന്റെ അതുപോലെ ആ അതേപോലെ തന്നെ നമ്പർ ചാർട്ട് വേറെ ഉണ്ടോ? ഓക്കെ. നമ്പർ വീല് മിസ് പറഞ്ഞോ? ഹിസ്റ്ററി വീലും നമ്പർ വീലും കഴിഞ്ഞു, ഞങ്ങൾ കഴിഞ്ഞു ചെയ്തു അല്ലേ? ഇത് നമ്പർ ചാർട്ട് ചാർട്ടാണ്. മിസ് ഇപ്പൊ നമ്പറിന്റെ സ്പെല്ലിംഗ് വേണോ? എന്താണ് സ്പെല്ലിംഗ് വേണോ? ONE സ്പെല്ലിംഗ് വേണം. ONE1 അങ്ങനെ സ്പെല്ലിംഗ് കൂടി ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് വലിപ്പത്തിൽ എഴുതണം കേട്ടോ. ഒത്തിരി ചെറുതാക്കി എഴുതരുത്, കുട്ടികൾക്ക് ചിലപ്പോൾ അത് കണ്ണില് കുഞ്ഞു കുട്ടികളല്ലേ അപ്പൊ കാണാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് വലുതാക്കി തന്നെ നമ്പർ 1 എന്നായാലും ONE1 ആയാലും കുറച്ച് വലുതാക്കി ചെയ്യാൻ നോക്കാം. ഓക്കെ, 2 ആക്ടിവിറ്റി തന്നു. ഒന്ന് ആൽഫബറ്റ് ചാർട്ട്, മറ്റൊന്ന് നമ്പർ ചാർട്ട്. ചാർട്ട് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നമ്മള് ഓണം വെക്കേഷൻ കഴിഞ്ഞ് വരുന്ന വീക്ക് ചെയ്യോ ഈ 2 കാര്യങ്ങൾ? ഓക്കെ, ദെൻ ഞാനൊരു ആക്ടിവിറ്റി തരാം. അത് കഴിഞ്ഞിട്ടുള്ള വീക്ക് ചെയ്താൽ മതി. ഓണം വെക്കേഷൻ കഴിഞ്ഞ് അങ്ങനെ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതെ, ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ ഇനിയൊരു ആക്ടിവിറ്റി ഒരു മെറ്റീരിയൽ കാണിച്ചു തരാം. നമ്മുടെ മോണ്ടിസോറിയിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ്. നമ്മുടെ കുട്ടികളൊക്കെ കളേഴ്സ് ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ. നമ്മുടെ മോണ്ടിസോറിയിൽ കളർ ടാബ്ലറ്റ്സ് ഉണ്ട്. 1 മുതൽ 1 മുതൽ 10 വരെയും എഴുതിയാൽ മതി കേട്ടോ. നമ്മുടെ കുട്ടികൾക്ക് കളേഴ്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഇത് നമ്മൾ പറയുന്ന പേര് കളർ ടാബ്ലറ്റ്സ് എന്നാണ്. എന്താണ് പറയുന്നത്? കളർ ടാബ്ലറ്റ്സ്. അപ്പൊ ആദ്യം കാണുന്നത് കുഞ്ഞി ബോക്സ് ആണ്. അത് പ്രൈമറി കളേഴ്സ് ആണ്. ബ്ലൂ, റെഡ്, യെല്ലോ അങ്ങനെ 3 കളേഴ്സ് ആണ് അവിടെ വരുന്നത്. അതിന്റെ 2 പീസ് വീതമാണ്. ഒരു കളറിന്റെ തന്നെ 2 പീസ് ആണ് ഇവിടെ വരുന്നത്. നമ്മളൊരു കുട്ടീനോട് ഒരു കളർ എടുത്ത് കാണിച്ചിട്ട് ബ്ലൂ ആണെന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് കളേഴ്സിൽ നിന്ന് ആ ബ്ലൂ എന്ന് പറയുന്ന കളർ കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്ത് അവന് പറയും ദാറ്റ്സ് എന്താണ് ബ്ലൂ ആണ്. ഓക്കെ, ദെൻ സെക്കൻഡറി കളർ ടാബ്ലറ്റ്സ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. സെക്കൻഡറി കളർ ടാബ്ലറ്റ്സിൽ 11 കളേഴ്സ് ആണ് വരുന്നത്. 22 പീസസ് ഉണ്ട്. ഓരോ കളേഴ്സിന്റെയും ഈ 2 സെറ്റ് വരുന്നുണ്ട്. 2 സെറ്റ് വരുന്നുണ്ട്. നെക്സ്റ്റ് ടെർഷറി ആണ്. ഡിഫറെന്റ് ഷെയ്ഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഡിഫറെന്റ് ഷെയ്ഡ്സ്, ഒരു കളറിന് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ്. ഓക്കെ, ഡിഫറെന്റ് ഷെയ്ഡ്സ് ആണ് വരുന്നത്. അപ്പോ അത് 63 ആണ് വരുന്നത്. 9 കളേഴ്സിന്റെ 9 പീസസ്. ശരിക്കും കളേഴ്സ് 9 ആണ്, ബാക്കി ഷെയ്ഡുകളാണ് വരുന്നത് കേട്ടോ. ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏതാണ്? നമ്മളുടെ സെക്കൻഡറി കളർ ടാബ്ലറ്റ്സ് ആണ്. ഞാൻ സെക്കൻഡറി കളർ ടാബ്ലറ്റ്സ് എടുത്ത് കാണിച്ചു തരാം. സെക്കൻഡറി കളർ ടാബ്ലറ്റ്സ് കുറച്ചും കൂടി കാണാൻ പറ്റുന്ന കാണാൻ പറ്റുന്നുണ്ടോ? അതില് ബ്ലൂ, യെല്ലോ, റെഡ്, ഗ്രേ, ലാവൻഡർ കളറാണ്. പിന്നെ ബ്രൗൺ, പിങ്ക്, ബ്ലാക്ക്, ഗ്രീൻ, വൈറ്റ്, ഓറഞ്ച് ആണ്. ഓറഞ്ച്, ഇത്രയും കളേഴ്സ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, ഈ കളേഴ്സ് എങ്ങനെ കിട്ടും എന്ന് ആലോചിച്ച് ടെൻഷൻ ഉണ്ടോ? ഇത് നമുക്ക് വേണമെങ്കിൽ കളർ പേപ്പേഴ്സ് ഉണ്ടല്ലോ വാങ്ങിക്കാൻ കിട്ടും. കടയില് കളർ പേപ്പേഴ്സ് വാങ്ങിക്കാൻ കിട്ടും. ക്രാഫ്റ്റിന്റെ ഒക്കെ വർക്കൊക്കെ ചെയ്യുന്ന കടകൾ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് കളർ പേപ്പേഴ്സ് വാങ്ങിച്ച് അത് യൂസ് ചെയ്യാം. ഈ സൈഡിൽ ചെറിയൊരു വുഡിന്റെ പീസ് പോലെ വരുന്നത് കണ്ടോ നിങ്ങള്? ശ്രദ്ധിച്ചത്? ദാറ്റ്സ് ഒരു വുഡിന്റെ, ശരിക്കും പറയുന്ന ഒരു വുഡിന്റെ പീസ് ആണ്. നമുക്ക് അതേപോലത്തെ പീസ് വാങ്ങിക്കാൻ കിട്ടാന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്. പക്ഷെ നമുക്കത് കളക്ട് ചെയ്യാനൊരു മാർഗമുണ്ട്. നമ്മള് ചോക്കോ ബാറൊക്കെ കഴിക്കില്ലേ, മാംഗോ ബാർ, ചോക്കോ ബാറൊക്കെ കഴിക്കുമ്പോ കിട്ടുന്നൊരു സ്റ്റിക്ക് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇത്രയും ചോക്കോ ബാർ കഴിക്കണം എന്ന് ഞാൻ പറയില്ല. അപ്പൊ
ആർക്കെങ്കിലും അങ്ങനെ ചോക്കോബാർ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അത് കളക്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാട്ടോ. സ്റ്റിക്ക് വാങ്ങാൻ കിട്ടില്ല മാം, സെപ്പറേറ്റ്? കിട്ടും, സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇതേ പീസ് കിട്ടില്ല, ഇതേപോലത്തെ സ്റ്റിക്ക് കിട്ടില്ല. ഞാൻ പറഞ്ഞ പോലത്തെ സ്റ്റിക്ക് വാങ്ങിക്കാനേ കിട്ടുള്ളൂ. ചെറിയ സ്റ്റിക്കുകളും ഉണ്ട് കേട്ടോ, അവൈലബിൾ ആണ്. നോക്കാം നിങ്ങൾ കളക്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റാന്നൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്ക്. കളർ ടാബ്ലറ്റ്സ് ചെയ്യാനായിട്ട് എങ്ങനെ ചെയ്താൽ ശരിയാകും എന്നൊക്കെ നോക്ക്. അപ്പൊ മാം ചോക്കോബാറിന്റെ സ്റ്റിക്കിന്റെ വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്യണം കളർ പേപ്പർ? വേണ്ട, എത്ര സൈസ് വേണ്ടി വരും? 50 വേണ്ട, ഒരു 10 or 8 മതിയാവുമായിരിക്കും. കറക്റ്റ് നിങ്ങളൊരു സ്ക്വയർ വിചാരിച്ചാൽ മതി. സ്ക്വയർ പോലെയല്ലേ നമുക്ക് കുട്ടികൾക്ക് ഇങ്ങനെ എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോ കുട്ടികൾക്ക് എടുത്ത് പിടിച്ചിങ്ങനെ കാണാൻ പറ്റുന്ന രീതിയിൽ കട്ട് ചെയ്താൽ മതി. എന്താ പറയാ, സ്ക്വയർ ടൈപ്പ് എങ്ങനെ പറയും, 10 സെന്റിമീറ്റർ to 8 സെന്റിമീറ്റർ, ആ ഒരു റേഞ്ചിൽ നോക്കിയാൽ മതി. എന്തെല്ലാം സ്റ്റിക്കർ കൂടി വരുമ്പോ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് തോന്നും, അത് കുറച്ചൊരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നും. 10 ചെയ്തോ, 10 സെന്റിമീറ്റർ ചെയ്തോ. ഈ വുഡിന്റെ പീസ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? എന്താണ് ഈ മറ്റേ ഐസ്ക്രീമിന്റെ സ്റ്റിക്ക് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഓക്കെ, അതെന്താണ് മെയിൻ ആയിട്ട് ഇങ്ങനെ വുഡിന്റെ പീസ് കൊടുക്കുന്നതെന്ന് വെച്ചാല് കുട്ടികൾ അതെടുത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് കയ്യില് ആ കളർ ഷെയ്ഡ് വരാൻ പാടില്ല. സോ ഞാനിപ്പോ ദുബൈയിലാണ്, അപ്പൊ ഇവിടെ കിട്ടുമോന്ന് എനിക്ക് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കവറിങ് പോലെ വെച്ചാലും മതി. ടേപ്പ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിലല്ലേ, നമ്മള് ഗ്ലിറ്ററിന്റെ ടേപ്പ്, അങ്ങനെ ടേപ്പ് വരും. അതൊന്ന് ജസ്റ്റ് ഒന്ന് ബോർഡർ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല, കുട്ടിയുടെ കയ്യിൽ കളർ വരാൻ പാടില്ല. അതാണ് നമ്മള് എന്ത് ചെയ്യുന്നത്, എയിം ചെയ്യുന്നത്. അതാണ് അതിന്റെ പർപ്പസ്. ഓക്കെ, ഇതിപ്പോ കളർ പേപ്പർ ആകുമ്പോ ഒരു കനം കുറഞ്ഞ പേപ്പർ, പെട്ടെന്ന് കീറി പോകൂലേ? ഇല്ല, കുറച്ചും കൂടി കനം കൂടി കളർ പേപ്പേഴ്സ് കിട്ടും. അപ്പൊ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് അതിന്റെ ബേസ് ആയിട്ട് കാർഡ്ബോർഡ് കൊടുക്കുക. അടിയിൽ താഴെയിട്ട് ഈ കളർ പേപ്പേഴ്സ് രണ്ടായിട്ട് മടക്കിയിട്ട് കാർഡ്ബോർഡ് കൊടുത്തിട്ട് ഒരിക്കലും ഗ്ലൂ യൂസ് ചെയ്യരുത്. പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലൂ യൂസ് ചെയ്യാൻ പാടില്ല. വെച്ചാല് അത് ഷെയ്ഡ് ആവും, കളേഴ്സ് അതേ രീതിയിൽ തന്നെ പ്രിസർവ് ചെയ്യണമല്ലോ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഷെയ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ സെല്ലോ ടേപ്പ് എന്നാലും യൂസ് ചെയ്യണമെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അവൈലബിൾ ആകുന്ന രീതിയിൽ മുൻ ചെയ്യാൻ ശ്രമിക്കട്ടാ. ഇനിയിപ്പോ കിട്ടിയില്ലെങ്കിൽ മാമിനോട് വൈവേ ചെയ്യുന്ന സമയത്ത് മാമിനോട് പറഞ്ഞാൽ മതി, ഞങ്ങൾ ഇങ്ങനെ പുറത്താണ്, അപ്പൊ എനിക്ക് ഇത് അവൈലബിൾ അല്ല. ഇത് ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കുമല്ലോ അല്ലെ, കളർ പേപ്പേഴ്സ് കിട്ടില്ലേ അവിടെ? കളർ പേപ്പേഴ്സ് കിട്ടും, ആ സ്റ്റിക്ക് കിട്ടുമെന്ന് എനിക്ക് ഡൗട്ടാണ്. കളർ പേപ്പേഴ്സ് കണ്ടിട്ടുണ്ട്. സ്റ്റിക്കിന് പകരം മറ്റേ ഐസ്ക്രീം സ്റ്റിക്ക് കിട്ടും അവിടെ. കിട്ടുന്നുണ്ടോ? 10 ദിറം ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ ഓക്കെ, ഒന്ന് പോയി നോക്കട്ടെ. എക്സ്പെൻസ് ആവുകയാണെങ്കിൽ വേണ്ട. അതല്ല നമുക്ക് സൈഡിൽ ഇപ്പൊ കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയും നോക്കാം കേട്ടോ. നമ്മുടെ മെയിൻ ചെയ്യുന്ന വെച്ചാൽ എന്താണ്, അത് ആ കളർ ടച്ച് ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ കയ്യിൽ എന്താവാൻ പാടില്ല, കളറിന്റെ ഷെയ്ഡ് വരരുത്. മാം ഒരു 9 കളർ നമുക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാൻ പറ്റുമോ? അല്ലടാ, നമ്മുടെ 11 കളേഴ്സ് മാക്സിമം അതന്നെ നോക്കാം കേട്ടോ. ചില കുട്ടികൾക്ക് ചില കളേഴ്സ് കിട്ടാറില്ല, കളർ പേപ്പേഴ്സ് അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ ക്രയോൺസ് യൂസ് ചെയ്ത് വൈറ്റ് പേപ്പർ ഉണ്ടല്ലോ A4 ഷീറ്റിൽ ഷെയ്ഡ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ആഷ് ഒന്നും ചിലപ്പോൾ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അങ്ങനെ വരുമ്പോ ഏത് കളറാണോ കിട്ടാത്തത് ആ കളർ മാത്രം അങ്ങനെ ക്രയോൺസ് യൂസ് ചെയ്ത് എന്ത് ചെയ്യാം, ഷെയ്ഡ് ചെയ്തെടുക്കാം. അപ്പൊ ഏതൊക്കെ കളർ വേണ്ട മാം? കളർ കണ്ടില്ല, കേട്ടോ. ഞാൻ ടൈപ്പ് ചെയ്ത് അയക്കാം കേട്ടോ. മെസ്സേജ് വരെ നോക്കിയാൽ മതി. ആഫ്റ്റർ കളർ എനിക്കങ്ങോട്ട് നോക്ക്, നിങ്ങള് പറ്റുമോ നോക്ക്. ഗ്രീൻ, ഓറഞ്ച്, പർപ്പിള്. സോറി ടാടാ,
അതില് റെഡും പറഞ്ഞിട്ടില്ല. റെഡ് യെല്ലോ ബ്ലൂ പറഞ്ഞിട്ടില്ല. പ്രൈമറി കളറില് റെഡും ബ്ലൂവും യെല്ലോവും കൂടാതെ ഈ പറയുന്ന കളേഴ്സ് ആണ് വേണ്ടതെന്ന് പറഞ്ഞത്. ജസ്റ്റ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തപ്പോൾ അത് വന്നില്ല. റെഡ് യെല്ലോ ബ്ലൂ ഗ്രീൻ ഓറഞ്ച് പർപ്പിള് പിങ്ക് ബ്രൗൺ ബ്ലാക്ക്. ശരിയല്ലോ? ആഷ് എവിടെ? 1 മിനിറ്റ് കറക്റ്റ് ആയിട്ട് ആയിരിക്കാം. നല്ല കളർ കേട്ടോ. ആഴ്ചയിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. സെൻസോറിയൽ മെറ്റീരിയൽ ആണ് കേട്ടോ കളർ ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങളതിന്റെ റേറ്റ് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഇമേജ് ഫോട്ടോ എടുത്തേ, കാണാൻ പറ്റിയോ? സ്ക്രീൻഷോട്ട് എടുക്കട്ടോ. റെഡ് യെല്ലോ ബ്ലൂ ഗ്രീൻ ഓറഞ്ച് ബ്രൗൺ ബ്ലാക്ക് വൈറ്റ് ആഷ് ഗ്രേ 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 ആണ്. ഗ്രേ പിങ്ക് പർപ്പിൾ. ഓരോ കളർ 2 വീതം ചെയ്യണ്ടേ? രണ്ടെണ്ണം വെക്കണം. 2 പീസ് വേണം. ഒരു സെയിം കളറിന്റെ തന്നെ 2 ഷെയ്ഡ്, സോറി 2 ഷെയ്ഡ് അല്ല 2 പീസ് വേണം കേട്ടോ. എന്നാലാണ് നമ്മളൊരു കളർ എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ബ്ലൂ ആന്ന് പറയുമ്പോ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡാർക്കും ലൈറ്റ് കളറും അല്ലേ മാം? ഡാർക്ക് കളറും ലൈറ്റ് കളറും അല്ലേ? ഒരു കളറിന്റെ തന്നെ ഡാർക്ക് കളറും ഗ്രീൻ ആണെങ്കിൽ ഡാർക്ക് ഷെയ്ഡ് വേണ്ട. ഷെയ്ഡ് ഇതിലാ വരുന്നത്, സ്റ്റേഷനറി കളേഴ്സിലാ വരുന്നത്. നിങ്ങൾ സെയിം കളർ തന്നെ ചെയ്താൽ മതി. റെഡ് എന്ന് പറയുമ്പോ റെഡിന്റെ 2 ഷെയ്ഡ്. ഇതേ കളർ രണ്ട് ഇതിൽ കൊടുത്ത പോലെ തന്നെ 2 ആയിട്ട് ഉണ്ടാക്കണം നമ്മള്. 2 ആയിട്ട് ചെയ്താൽ മതി. മാം വൈറ്റ് കഴിഞ്ഞിട്ട് ഗ്രേ ആണോ അത്? അതെ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്റെ കൈ ചെറിയൊരു സ്ക്രാച്ച് ആയി പ്ലാസ്റ്റർ ഇട്ടേക്കുവാണ്. അപ്പൊ 2 ആഴ്ച ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് കാണിച്ചാൽ മതിയല്ലോ? കഴിഞ്ഞിട്ട് കാണിച്ചാൽ മതി. കംഫർട്ടബിൾ പോലെ ചെയ്താൽ മതി. ഓ ശരി, ഓക്കെ ഓക്കെ, താങ്ക് യു. പിന്നെ ഇല്ലേ, നിങ്ങള് എല്ലാ റെക്കോർഡ് ക്ലാസ് കാണുന്ന കുട്ടികൾക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഈ വർക്കൊക്കെ ചെയ്യുന്നത് ലാസ്റ്റ് വൈവേക്ക് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാർക്കൊക്കെ എൻട്രി ചെയ്യുന്നത് വൈവയുടെ സമയത്താണ്. നമുക്കറിയാലോ, നമ്മളുടെ ജിഷാമിസ് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല, എക്സാമും വൈവി കൂടി ഒരുമിച്ചാ വരുന്നത് നിങ്ങളോട്. നമ്മൾ എക്സാമിന്റെ മാർക്കും ഇവാലുവേഷൻ ഉണ്ട്, വൈവയും ഉണ്ട്. അപ്പോ വൈവയുടെ സമയത്താണ് ഈ മെറ്റീരിയൽസിന്റെ ഒക്കെ മാർക്ക് ഇടുന്നത്. അപ്പോ നിങ്ങൾക്ക് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ വൈവയുടെ ടൈം ആവുമ്പോഴേക്കും അത് എന്ത് ചെയ്താൽ മതി, കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ എന്താ പറയാ, ടീച്ചേഴ്സിന് ഇപ്പൊ അയച്ചു കൊടുക്കണ്ട. ഫോട്ടോസ് ഒക്കെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കൂലേ, അങ്ങനെ അയച്ച് ഇപ്പൊ കൊടുക്കണ്ട. വൈവയുടെ സമയമാകുമ്പോ മിസ്സുമാർ എന്തെങ്കിലും പറയാണ്, ഫോട്ടോ എടുത്ത് അയക്കാൻ പറയുകയാണെങ്കിൽ ആ സമയത്ത് മാത്രം അയച്ചാൽ മതി. ഇനി സപ്പോസ് വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ഈ മെറ്റീരിയൽസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ഇല്ലേ, ബൈ ചാൻസ് അല്ലേ, മേ ബി എന്തെങ്കിലും കാരണം കൊണ്ട് മെറ്റീരിയലിന് എന്തെങ്കിലും പറ്റോ, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആ സമയത്ത് വൈവയുടെ സമയത്ത് നമ്മൾ ആ ഒരു പ്ലേസിൽ ഇല്ല, മെറ്റീരിയൽസ് ഉള്ള സ്ഥലത്ത് ഇല്ലെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു ഫോട്ടോ ഈ മെറ്റീരിയൽസ് ഒക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഒരു സെൽഫി ഫോട്ടോ എടുത്ത് വെക്കാം എല്ലാവരും. അല്ലെങ്കിൽ ഓരോ മെറ്റീരിയൽസ് ചെയ്ത് കഴിയുമ്പോഴും ഓരോ സെൽഫി ഫോട്ടോ എന്ന് വെച്ചിട്ട് എടുക്കാം. നമ്മളെ ഇമേജ് പിന്നെ ആ ഒരു മെറ്റീരിയലിനെ കൂടി വെച്ചിട്ടൊരു സെൽഫി എടുക്കാം. എളുപ്പമല്ലേ അത്? ഓക്കെ, അങ്ങനെ ചെയ്ത് വെക്കണം കേട്ടോ. കാരണം എനിക്ക് ചില കുട്ടികളുടെ നഷ്ടപ്പെട്ടു പോവാറുണ്ട്. ചിലപ്പോ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോ അവിടെ കൊടുത്തിട്ട് വന്നവരുണ്ട്. ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോ കുട്ടികളെ യൂസ് ചെയ്ത് കംപ്ലൈന്റ് ആയ കേസുകൾ കുറെ നമുക്കറിയാം. സ്വന്തം കുട്ടികളെ തന്നെ എടുത്ത് കളിച്ച് ചീത്തയാക്കിയ കേസുകൾ നമുക്കറിയാം. അങ്ങനെ പറയാറുണ്ട്. അപ്പൊ വൈവേക്ക് പ്രസന്റ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡോട് കൂടിയാണ് നിങ്ങൾക്ക് ഈ മെറ്റീരിയൽസ് ഒക്കെ ചെയ്യേണ്ടത്. ഓക്കെ. മിസ് ഇതില് 11 കളേഴ്സ് ഇല്ലേ? 11 കളേഴ്സ് ചെയ്യണോ? ചെയ്യണം. ഇതുപോലെ കളർ പേപ്പർ മതിയോ? ഇതുപോലത്തെ പേപ്പർ മതി മതി മതി. സീമയുടെ കയ്യിലുള്ള കളർ പേപ്പേഴ്സ് പോലത്തെ മതി. കുട്ടികള്
ക്രാഫ്റ്റ് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ അല്ലേ. ഓക്കെ, നിങ്ങൾ പ്രാക്ടിക്കൽ സെഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രൈമറി സെക്കൻഡറി കളേഴ്സ് ഒക്കെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളത് കാണാൻ സാധിക്കും കേട്ടോ. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. Then അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ നമ്മൾ ചെറുതായിട്ടാണെങ്കിൽ പോലും നല്ല മനോഹരമായിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്തു, നല്ല രീതിയിൽ പാട്ടൊക്കെ പാടി. ഇപ്പോ എല്ലാവർക്കും എന്താ പറയാ, ഹാപ്പി ഓണം. എല്ലാവർക്കും നല്ല അടിച്ചു പൊളിച്ചിട്ട് വാ, ഓണമൊക്കെ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്ത് വേണ്ട. ഓക്കെ, ഓണം കഴിഞ്ഞിട്ടുള്ള വീക്ക് വേണോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള വീക്ക് വേണോ ആക്ടിവിറ്റി സബ്മിഷൻ? സെമിനാറുണ്ടല്ലോ മാം, അപ്പൊ അത് കഴിഞ്ഞിട്ട് പോരെ? അത് കഴിഞ്ഞിട്ട് മതി. നിങ്ങൾ ടെൻഷൻ അടിക്കാണ്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യാലോ. അല്ലെങ്കിൽ മൈൻഡ് മൊത്തം ഇങ്ങനെ ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ, ചെയ്യണമല്ലോ എന്ന്. അപ്പൊ ടെൻഷൻ ഒന്നും അടിക്കാണ്ട് പോയിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ട് വാ. ഓക്കെ, ഈ സ്ട്രെങ്തോട് കൂടി തന്നെ വരണോട്ടോ തിരിച്ച്. ഓക്കെ, അതെല്ലാവർക്കും ഒരു എന്താ പറയാ, നല്ലൊരു ഹാപ്പി ഓണം വിഷ് ചെയ്യാണ്. താങ്ക് യു ഓൾ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. താങ്ക് യു മാം. ഹാപ്പി ഓണം. താങ്ക് യു ഓൾ. താങ്ക്